ഹായ് 21 ഡേയ്സ് ടു എ പവർഫുൾ 2026 എന്ന പ്രോഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നമ്മൾ നോർമലി എടുക്കുന്നത് ഒരു ഗോളായിട്ട് എഴുതുന്നതും നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ച് ജസ്റ്റ് അതങ്ങനെ ഉണ്ടാക്കി അത്ര ആ ഒരു ലെവലിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ, എക്സ്പെക്ട് ചെയ്തിരുന്നുള്ളൂ. ബട്ട് ഇറ്റ് വാസ് ബിയോണ്ട് ദാറ്റ്. ഫുള്ള് നമ്മളെ ആസ് എ പേഴ്സൺ കംപ്ലീറ്റ് നമ്മളെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഒരു 2026 മാത്രമല്ല, ഇനി വരുന്ന വർഷങ്ങൾ കൂടെ എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആവാം, എങ്ങനെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇതൊരു 21 ദിവസത്തിൽ നമ്മൾ കുറേ പ്രാക്ടീസുകൾ ചെയ്തത് വഴി ആകെ നമ്മളെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാനും നമ്മളെ തന്നെ ഒന്നും കൂടെ ബെറ്റർ ആക്കാനും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നന്നായിട്ട് ബെറ്ററായിട്ട് ജീവിക്കാനും നമ്മളോട് മാത്രമല്ല നമ്മളുടെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റും കൂടെ നമുക്ക് മാറ്റാനുള്ളൊരു പവർ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഒരു നല്ല ക്ലാരിറ്റിയോടുകൂടി ജീവിക്കാനും സെൽഫ് അവെയർനെസ് ഉണ്ടാവാനും നമ്മുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള പല ടൂൾസും എനിക്കിതിന് മനസ്സിലായി. ഒരു ജേർണലിംഗ് എഴുതുന്ന ഒരു ഹാബിറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റി. ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ എന്താ പറയുക, ഒരു നല്ല ഇമോഷൻ ചേഞ്ചറായിട്ട് ബെറ്റർ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ലെവലിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഞാൻ പഠിച്ചു, എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ പഠിച്ചു. പിന്നെ ഇപ്പം ഞാൻ ശരിക്കും അവെയർനെസ്സിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കാര്യം വളരെ ഇതിൻ്റെ ഹൈലൈറ്റ് പോയിന്റ് ആയിരുന്നു. എങ്ങനെയാണ് ബോധതലത്തിൽ ജീവിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ, നമ്മൾ എന്താണോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്. പല പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവുകളും ഈ ജേർണിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാം.